ഹായ് ഡിയേഴ്സ്, മണിമുത്ത് സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതിനുശേഷം തന്നെ ജയ്മോഹിനിയും അതുപോലെ തന്നെ ഭരത്തിനെ കാണുന്നതിന് ശേഷം മുത്ത് പറയുന്നുണ്ട്, എന്താ മാമൻ കമ്പനിയിൽ കള്ളത്തരം നടത്തിയതെന്ന് പറയുന്നത് സത്യം തന്നെയുള്ള കാര്യമാണെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഭരത്തിന് എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം ഇവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ കാവ്യയും മനസ്സിലാക്കുമല്ലോ എന്നൊക്കെ. അതിനുശേഷം തന്നെ കൃഷ്ണയോട് പറയുന്നുണ്ട്, എന്തായാലും നീ എൻ്റെ വഴിയിൽ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കൃഷ്ണ, നിനക്ക് മാറി നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഭരത്തെ. നിൻ്റെ കള്ളത്തരം എല്ലാം തന്നെ കാവ്യ തിരിച്ചറിയും, അന്ന് നിനക്ക് ഇവിടുന്ന് പുറത്താവും എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം എന്നും പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മണിക്കുട്ടി അതിൽ നടന്നു വരുന്ന സമയത്ത് തന്നെയാണ് മുത്ത് അവിടുന്ന് പഴം കഴിച്ചതിന് ശേഷം ആ തോല് അങ്ങോട്ട് ഇടുന്നുണ്ട്, സ്റ്റെപ്പിലേക്ക് ഇടുന്നു, സ്റ്റെയർ കേഴ്സിൻ്റെ സ്റ്റെപ്പിലേക്ക് ഇടുന്നു. അതിനുശേഷം തന്നെ മുത്ത് അത് കാണുകയാണ്. ഇപ്പം മണിക്കുട്ടി തട്ടി വീഴുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണിക്കുട്ടി എന്തായാലും ആ പഴത്തോല അവിടെ കാണുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് മുത്തിനോട്, എന്താണ് മുത്തേ ഇങ്ങനെ, നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ എന്താണ് കാരണം, ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണ അവിടെ നിന്നേക്ക് ഇറങ്ങി വരാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ആ പഴത്തൊലിയിൽ ചവിട്ടിയതിന് ശേഷം കൃഷ്ണ വിടാനായിട്ട് പോകുന്നു. കാവ്യ ഓടി വന്ന് കൃഷ്ണയെ അങ്ങ് കയറി പിടിക്കുകയാട്ടോ ചെയ്യുന്നത്. കാരണം കൃഷ്ണ വീഴുന്നത് കാവ്യയ്ക്ക് ഒരിക്കലും തന്നെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കാവ്യയും കൃഷ്ണയും കൂടി തറയിലേക്ക് വീഴുകട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന മണിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോഴും കാവ്യ ആൻറ്റിക്ക് എന്തായാലും അച്ഛനെ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്ന